ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ വ്യാഴാഴ്ച, നല്ലൊരു വ്യാഴാഴ്ചയായിരുന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ പ്രഭാത കൃത്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാനൊന്നും പറയണ്ട. ഇന്നാളൊരു ദിവസം ഒരു കുട്ടി പറഞ്ഞു, ആൻറ്റി രാവിലെ അരയന്നത്തിനെ കാണാണ്ട് ഇപ്പോൾ സങ്കടമായി എന്ന് പറഞ്ഞു. മിനിയാന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ അന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ നിങ്ങളും അത് കാണാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞാൻ എന്താ പറയുക, ജനലുകളൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഭയങ്കര ഭംഗിയിൽ നിൽക്കുന്നു കേട്ടോ. എന്തൊരു ഭംഗി, എനിക്ക് സത്യത്തിൽ വെട്ടാൻ തോന്നുന്നില്ല. ഇനി അതൊന്ന് വെട്ടി ഒതുക്കി ചെറുതാക്കി നിർത്തണം. അതൊക്കെ ഒന്ന് നമ്മളുടെ ആരോഗ്യം ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദേ നമ്മുടെ ചാക്കോച്ചനെ ഇടയ്ക്ക് നമ്മൾ താഴത്തെ ഇടയ്ക്കല്ല, എപ്പോഴും താഴെ കൂട്ടത്ത് കെടുത്തു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ദിവാൻമയാവും കെടുത്തുക, ചിലപ്പോൾ സെറ്റീമയാവും കെടുത്തുക, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ്, അപ്പോൾ ഇന്ന് ഞാനാണ് രാവിലെ എണീറ്റത് കേട്ടോ. രാവിലെ എണീറ്റ് കട്ടനൊക്കെ വെച്ച് നടയിൽ നമ്മുടെ മാതാവിൻ്റെ അവിടെ തിരി കത്തിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങളത് കാണുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാനതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ കാരണം ഞാൻ അത് പതിവുംപടി ഞാൻ ചെയ്തു. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലിക്കഴിയുന്നത് വരെ ആ മെഴുകുതിരി കത്തിക്കുക, അതിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലി അത് കെടുത്തും. അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്നും ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ രാവിലത്തെ നിങ്ങൾക്കറിയാലോ എല്ലാ കാര്യങ്ങളും തലേ ദിവസം റെഡിയാക്കി വെക്കുന്ന പിള്ളേരാണ് ഇപ്പോൾ ഇവിടുത്തെ രണ്ടുപേരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സൈഡിലൊന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ കാറ്റായ കാരണം കാറ്റത്ത് സ്ഥിരം ആ ചട്ടികൾ ഇങ്ങനെ ആ നെറ്റിൻ്റെ ഇത് അടിച്ചിട്ട് താഴേക്ക് വീഴും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതൊന്ന് ഒതുക്കി ഇപ്പുറത്തേക്ക് വെക്കാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ നോക്കിയപ്പോൾ ഈ ഹാർഡ് ബോർഡുകളുണ്ടല്ലോ, ടി വിയുടെ ഇതിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വലിയ വലിയ ബോക്സുകൾ മൊത്തം ആ സൈഡിൽ വെച്ചേക്കുക. ഇവിടെ ഒരു അപ്പാപ്പൻ്റെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അത് കൊണ്ടുപോക്കുള്ളൂ. അപ്പോൾ എനിക്കുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ പൂരിയാണ്. അപ്പോൾ പൂരി മമ്മി കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ സാധാരണ ഗോതമ്പിൻ്റെ ഉപ്പുമാവിൽ നല്ലോണം നെയ്യൊഴിച്ച് നാളികേരമിട്ട് കാഷ്നട്ടും ഇതൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്നൊന്നും ചെയ്യണ്ടായോ, എണ്ണയെ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ, കാരണം ഇപ്പോൾ പ്രഷറും 2 നേരം നോക്കണം, അത് പറയണം, ഡോക്ടറെ അടുത്ത് തന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് മമ്മി എന്നെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ തൊട്ട് 2 ദിവസമായിട്ട് ഭയങ്കര കൺട്രോളിലാണ് എൻ്റെ മൊത്തം ലൈഫ് കേട്ടോ. നിങ്ങളും ഒക്കെ പറയാറില്ലേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ എല്ലാവരും പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടിയുടെ പോലെയായി ഞാൻ ഇപ്പോൾ ഈ 2-3 ദിവസം. അങ്ങനെ ദേ രാവിലെ ഡോണും ഡാഡിയും ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് ദേ ഡിംപിൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിവൈൻ കഴിച്ചു. ഞാൻ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ കഴിച്ച് ദേ പിള്ളേർസ് അവരുടെ കളികൾ തുടങ്ങി. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആളും കൂടിയപ്പോൾ നല്ല മേളം എന്ന് പറഞ്ഞാൽ നല്ല മേളം. അപ്പോൾ തോമുവിൻ്റെ മുടി ഇന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഡോൺ പോണതിന് മുമ്പ് അവൻ്റെ മുടി ഒന്ന് ചെറുതായിട്ട് ട്രിം ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഡിവൈനിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരടക്കളയിൽ കയറുക, ഞാൻ കെടുക്കുക എന്നാ കണക്ക്. അപ്പോൾ രാവിലത്തെ മെഡിസിൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ സെറ്റീമൊക്കെ കിടന്നപ്പോൾ അത് ഒരുത്തൻ എൻ്റെ മേത്ത് വന്നിരിക്കുക, ഒരുത്തൻ ഇപ്പുറത്ത് വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള മേളാണ്. അപ്പോൾ തലേ ദിവസം ഈ ഫുഡ് വെച്ച് വെക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കാൻ നമ്മൾക്ക് കിട്ടും, അമ്മമാർക്ക്. അപ്പോൾ ഡിവൈനായാലും കുഞ്ഞാളുടെയും തോമൂൻ്റെയും കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാവും. അവരുടെ തുണികൾ വാഷ് ചെയ്യുക, അവരുടെ കുപ്പികൾ വാഷ് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ പണികൾ കുറേ ഉണ്ടാവും. പിന്നെ രാത്രി കുട്ടികളുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഈ സമയങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്ക് 10 മണി കഴിയുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രീ ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ അവർ അങ്ങോട്ട് തട്ടി കുട്ടികളുടെ കൂടെ കളിച്ച് വല്ല തുണികൾ വാഷ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആർക്കും തിക്കും തിരക്കില്ല. അപ്പോൾ അതാണ് ഈ തലേ ദിവസം ഫുഡ് വെച്ച് വെക്കുന്നതിൻ്റെ ഒരു ഇത് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 12-1 മണി ആകുമ്പോഴേക്കും ഒന്നും ആവാണ്ട് കിടന്ന് വട്ടം തിരിയും. കുട്ടികളുടെ സ്വഭാവമല്ലേ, എങ്ങനെയാണ് ഏത് നേരത്താണ് ഇവർ ഓക്കെ ആവുക, ഏത് നേരത്താണ് വാശി പിടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സെറ്റീവ് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്, അവിടെ ഓച്ചും കിടാങ്ങളും കൂടിയുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ അമ്മയ്ക്കൊരു പൊന്നും കൂടം വെച്ചിട്ടുള്ള കളിയാണ്. ഫുള്ള് എന്തെങ്കിലും തലയിൽ വെച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ പുതിയ കളി. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, കപ്പ് വെച്ചിട്ട് സ്റ്റീൽ കപ്പും ഗ്ലാസും വെച്ചിട്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ തോമു കാണിക്കരുത് മുഴുവൻ പാച്ചും കാണിക്കും,
പാച്ചു കാണിക്കണത് മുഴുവൻ തോമും കാണിക്കും. ഇപ്പോൾ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും കുരങ്ങന്മാരുടെ സ്വഭാവം എന്താണോ നമ്മൾ കാണിച്ചത് അത് കാണിക്കുക എന്നാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പണികളൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നാലേ നമുക്കത് അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരൊരു വഴിക്ക് നമ്മൾ വേറെ വഴിക്ക് എന്ന് പറയുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മയില്ല എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വഴിക്ക് പോകും, കുട്ടികളുടെ വഴിക്ക് പോകും, അങ്ങനെ ആവരുതല്ലോ. അപ്പോൾ ഇതേ ഡിവൈൻ 2 പേർക്കും ഒരുപോലെ ചിപ്സ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ തോമും ഒരു 10 തിന്നുമ്പോൾ പാച്ചു ഒരെണ്ണം തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനൊപ്പം കൊടുത്ത് ശീലിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10 മണി തൊട്ട് 12 മണി വരെ ഉറങ്ങി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഡാഡി പുറത്ത് പോയി വന്നിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഡാഡി പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് നമ്മളുടെ സാധനങ്ങൾ അപ്പോൾ എല്ലാ ദിവസവും പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരും സാധനങ്ങൾ. അപ്പോൾ അത് ഓർഡർ അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഷോപ്പുകളിലേക്ക് കൊടുക്കണ കാരണം എന്നും നമുക്കത് വേണ്ടി വരും. അപ്പോൾ ഞാനാണ് ഇതിന് അഡ്രസ്സും കാര്യങ്ങളും എഴുതി കൊടുക്കുക. അതാണ് എൻ്റെ മെയിൻ പണി കേട്ടോ. അപ്പോൾ എന്നോട് വേഗം എണീക്കാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് അപ്പോൾ എപ്പോഴും കിടന്നാലും ഈ പറഞ്ഞ പോലെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പ്രഷർ ആയി എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം നോർമലായി എന്ന് പറയുമ്പോഴാണ് അടുത്ത ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ടെസ്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ കേൾക്കുക എന്നുള്ളൊരു പേടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കരിമണിയുടെ വളകൾ പുതിയത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളയുടെ പോലത്തെ ബ്ലാക്ക്, മറ്റേതൊക്കെ നല്ല ഭംഗിയുള്ള വളകളാട്ടോ. ബ്ലാക്ക് വന്നിട്ടുള്ളത് എല്ലാ സൈസിലും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് എന്നൊക്കെ പറയില്ലേ. കറുപ്പ് ശരിക്കും എല്ലാതും കറുപ്പ് ഭംഗി ഉണ്ടാവില്ല, വലിയ കല്ലുകളായി അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഡിവൈൻ 2 എടുത്തോ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നിറച്ച് കല്ലുള്ളതാണ്. മറ്റേത് ഭയങ്കര സിമ്പിളാണ്, ഇത് നല്ല ഹെവിയാണ്. നല്ല എന്താ പറയുക, ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന സംഭവമാണ് ഇത് കേട്ടോ. അങ്ങനെ ഇത് ഇപ്പോൾ 3 പാറ്റേണും കൂടി ഞാൻ ഒന്നിച്ച് കാണിക്കാനായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ കാരണം കുറേ പേര് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ പാറ്റേൺ കാണിച്ച് തായോ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റാറില്ല കാണിക്കാൻ. വീണ്ടും ഞാൻ പോയിട്ട് തപ്പി തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കലോട് കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന പോലെ ഞാനിത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ പോലെ ഡയമണ്ട് ഫിനിഷിലുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ റൂബി വൈറ്റ്, അങ്ങനെ പിന്നെ മൾട്ടി കളറുണ്ട്. ഈ പാറ്റേണിൽ തന്നെ ഒരുവിധം എല്ലാ കളറും ഉണ്ട്. ഇങ്ങനെ ഡംബൽസ് എന്നാണ് കേട്ടോ ഈ പാറ്റേണിന് പറയാം. അപ്പോൾ ഇതിൽ റൂബി ജെയ്ഡ് വരുന്നുണ്ട്, പിന്നെ വൈറ്റ് പ്ലെയിൻ, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ ഒരുവിധം എല്ലാ കളറുണ്ട്. ഇത് പാദസരമാണ് കേട്ടോ. ഇത് പാദസരം വരുന്നുണ്ട്, മാല വരുന്നുണ്ട്, ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ്. ഇത് നിങ്ങൾ ഇന്നലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കുമ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇത് ശരിക്കും ലവിൻ്റെ തന്നെ മാല കുറച്ച് പേര് എടുത്തു ഇന്നലെ. ലവിൻ്റെ മാലയുണ്ട്, കമ്മലുണ്ട്, പലതരം ലവാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ സെറ്റായിട്ട് ഇപ്പോൾ ഒരു ഡയമണ്ടിൻ്റെ സെറ്റ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക്, എന്തായാലും ഡയമണ്ട് ഇത്രയും വില കൊടുത്ത് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു സന്തോഷത്തിന് ഇതിൽ നിന്നൊരു മാലയും ഒരു വളയും ഒരു കമ്മലും കൂടി എടുത്തു കൊടുത്താൽ അത്ര കാശൊന്നും ആവില്ല, ഒരു 1/2 ഗ്രാമിൻ്റെ കാശ് പോലും ആവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് എന്താ കുറേ ഇങ്ങനത്തെ പോകുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇതിങ്ങനത്തെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ്. ഇത് റൂബിയാണ് കേട്ടോ. അപ്പോൾ റൂബിൻ്റെ അതേ ലവിൻ്റെ വളയുണ്ട്, കമ്മലുമുണ്ട്, അപ്പോൾ മാലയുണ്ട് കേട്ടോ. വളയും മാലയും കമ്മലുമുണ്ട്, മറ്റേ സ്പ്ലിറ്റ് ബാങ്കിളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൂടിയ ഐറ്റാണെങ്കിലും മറ്റേ സ്പ്ലിറ്റ് സാധാരണയുണ്ട്, അത് അത്ര അധികം വിലയൊന്നുമില്ല. എന്നാലും സാധാരണ വളകൾ വിട്ട് ഈ വളകളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് നല്ലോണം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒറ്റ വളകളാണ്, ശരിക്കും 2 വളയിടുന്ന ഒരു ഇതിലാണ് ഇടാൻ പറ്റണത്. ഇത് റൂബി, ഇതൊക്കെ ക്ലിപ്പ് ബാംഗിൾസ്, ഞാൻ പറഞ്ഞ ഡയമണ്ട്സ് ഫിനിഷിങ്ങിൻ്റെ സംഭവങ്ങളാണ്. അതിൽ കണ്ടമാനം കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, വരുന്നേക്കാളും സ്പീഡിൽ ഇത് പോകുന്നുണ്ട്. കാരണം അത്രയും എന്താ പറയുക, ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഈ ഐറ്റത്തിന്. അപ്പോൾ ഫ്രീ സൈസാണ് ഇത് വരണത്, ക്ലിപ്പാണ്, സൈഡിൽ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇത് കറക്റ്റ് വട്ടല്ല വരണത്, ഓവൽ ഷേപ്പാണ് വരണത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈത്തണ്ടയും ഇടുമ്പോൾ കറക്റ്റ് വാച്ച് കിടക്കണ പോലെ. അപ്പോൾ നിങ്ങൾ ഈ ഡയമണ്ട് ഫിനിഷുള്ള ഡയമണ്ട് ബാംഗിൾസ് കണ്ടവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, അല്ലാത്തവർക്ക് കാണുമ്പോൾ ഇത് എന്താവുമെന്ന് തോന്നും. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ള പാറ്റേൺ. ഞാൻ അത് പാക്ക് ചെയ്യാൻ എടുത്തപ്പോൾ ഒന്നും കൂടിയും കാണിച്ചു എന്നുള്ളൂ കേട്ടോ.
എനിക്ക് തോന്നുന്നു ഒരു 25 ഡിസൈനോളം അതിൽ മേലെ ആവുള്ളൂ, കുറയില്ല. അത്രയും ഡിസൈൻസ് വന്നിട്ടുണ്ട് ഈ വളകൾ. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് തെറ്റിപ്പോവും. കാരണം അത്രയും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ ഈ പറഞ്ഞ പോലെ ഒരു 3 ഇഞ്ചിൻ്റെ ഉള്ളിലുള്ള വർക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് പറയുമ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോഴായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്തോളൂ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ശരിക്കും 2:30 വരെ നല്ല തിരക്കാവും. തിരക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓർഡർ എടുക്കില്ല ഞാൻ, കാരണം ആ സമയത്ത് ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2:15 വരെ 2:15 മാക്സിമം 2:15 വരെയാണ് നമ്മളത് പാക്കിങ്. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ അയച്ചോളൂ ആൻറ്റി, മറ്റന്നാൾ കിട്ടാനാണെന്ന് പറയും. അപ്പോൾ ശരിക്കും ഇന്ന് ഉച്ചയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് കിട്ടും കേട്ടോ. മിക്കവാറും ഒരു 90% പിറ്റേ ദിവസം കിട്ടും. എന്നാലും ചിലത് ഒരു ദിവസം എന്നുള്ളത് 2 ദിവസം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പാച്ചുക്കുട്ടൻ ഒന്ന് വന്നതാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ പണികളൊക്കെ കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വർത്താനം അങ്ങോട്ട് മുറിഞ്ഞു പോയി. എന്നാലും സാരില്ല, നമുക്ക് അങ്ങോട്ടും കൂടെ അറിയണതല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡംബിൾസിനെ പറ്റിയ കമ്മലുകൾ. 2 സൈസാണ് അത്. ഇത് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചെറുതുണ്ട്. അങ്ങനെ 3 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നെക്ലസ് ഉണ്ട്, വളയുണ്ട്, മോതിരമുണ്ട്, കമ്മലുണ്ട്, അങ്ങനെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞു ഉണ്ണികൾക്ക് വള വരുന്നുണ്ട്. കുറേ പേരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കാണുന്നവർക്ക് മനസ്സിലാവും. വള വെറുതെ കമ്പിയും അങ്ങനെ കോർത്തിട്ടുള്ളതാണ്, എന്നിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വേണം അതിന് റൗണ്ടാക്കി എണ്ണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനും ഡാഡിയും മാത്രമാണ് ഇതിൻ്റെ പിന്നാലെ ഇരിക്കുന്നത്. കാരണം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. രാവും പകലും അത്രയും അങ്ങോട്ട് മെനക്കെട്ട് ചെയ്യില്ല കേട്ടോ. ഉച്ചയിലത്തെ ഫുഡ് ഞാൻ വന്ന് നോക്കിയപ്പോൾ പോർക്ക് റെഡിയാണ്, പിന്നെ ചോറ് റെഡിയാണ്. ഒക്കെ റെഡിയാക്കിയിട്ട് 2 പേരും 2 വഴിക്ക് പോയിക്കാം. അപ്പോൾ ഇത് ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ രസം. കഴിഞ്ഞു. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ സാലഡാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കിത് തപ്പൽ എന്താണ് ഏതാണെന്ന് പറയാനായിട്ട് ഞാൻ ശരിക്കും 12:30 ആയപ്പോഴേക്കും സാലഡ്. അപ്പോൾ കുറേ കൂടുതൽ തക്കാളി കഴിക്കാൻ പറഞ്ഞ കാരണം തക്കാളിയും സവാളയും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, ഉപ്പൊന്നും ഇടാണ്ട് അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അത് ഞാൻ സാലഡാണ് കേട്ടോ. സാലഡും മുട്ട പുഴുങ്ങിയത്, 2 മുട്ട പുഴുങ്ങിയതും കൂടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത് നാളെ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട്, ഒക്കെ കൂടി മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. നാളെ എടുത്ത് വറുത്തിട്ട് പിന്നെ കറി വെക്കാൻ എന്തോ ആണ്. അങ്ങനെ ഞാൻ ഉച്ചതിരിഞ്ഞ് 4 മണിയായപ്പോൾ എണീറ്റ് വന്നപ്പോഴേക്ക് അടുക്കള ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ പോയി കിടന്നൊന്ന് ഉറങ്ങി ഒരു 6:30 ആയപ്പോഴാണ് എന്നെ വിളിച്ചത്. നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഒന്നും അധിക ഭാഗം ഒതുക്കാണ്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാച്ചു വന്ന് മേത്തിരുന്ന കാരണം ഡാഡിക്കും ഒതുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടാവാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഡിമ്പിളിന് വേറെ ഒന്നുമല്ല, പാച്ചുവിന് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് തോമോനും ചാക്കോച്ചനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ കൊണ്ടുപോകാനായിട്ട് റിസ്ക് എടുക്കാനായിട്ട് ചാക്കോച്ചനെ കൊണ്ടുപോകാനായിട്ട് ഒരു ധൈര്യമില്ല. കാരണം അവനിപ്പോൾ തന്നെ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും മക്കളുടെയും ഒക്കെ കൂടി എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. കാരണം എന്തോ ഒരു സന്തോഷം അങ്ങനെ എടുക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഇവിടെയാണ് നമ്മുടെ ബിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ സൈഡിലും ഇവിടെ കല്യാണ സൈഡിൽ കൂടെ പോയിട്ട് ക്യാപിറ്റൽ ബിൽഡേഴ്സിലാണ് കേട്ടോ. DDRCLൻ്റെ മുകളിലാണ്, 7th ഫ്ലോറിലാണ്. അപ്പോൾ നല്ലൊരു ടീം കേട്ടോ, നല്ല മക്കൾ, 4 പിള്ളേർ കൂടിയിട്ടാണ് ആയിരുന്നത്. അപ്പോൾ അയ്യോ ആ മോൻ്റെ പേര് ഞാൻ മനസ്സിൽ നിന്ന് വിട്ടുമല്ലോ, പിന്നെ ഫ്രെഡറിക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ മോൻ നല്ലൊരു മോൻ, അവനാണ് ഫോട്ടോസ് എടുക്കേണ്ടായിരുന്നത്. നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡിമ്പിളിൻ്റെ വീഡിയോസിൽ കാണാം കേട്ടോ. അവിടുന്ന് ഞങ്ങൾ മടങ്ങി ശരിക്ക് 7:45 അതിൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ 8:45 ആകുമ്പോഴേക്കും നമ്മളവിടുന്ന് മടങ്ങി. അപ്പോൾ തൊട്ടടുത്തായ കാരണം ഞാനും കൂടെ പോയി. പിന്നെ ഞാനും വിചാരിച്ചു നമുക്കിനി എങ്ങനെയൊക്കെയാണ് പോവാം, എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത് കേട്ടോ. ഇന്ന് പകലൊക്കെ എന്തോ എനിക്ക് തീരെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് ബിസ്മിയിൽ ഇറങ്ങി രാത്രിയിലേക്ക്
എന്താ വാങ്ങിച്ചേ, രാത്രിയിലേക്ക് ചോറ് പകുതി വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉച്ചയിലത്തെ ബാക്കി കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വന്നിട്ട് വെക്കാനായിട്ടത് ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാൻ വാങ്ങിയത് വെറുതെ ഞാൻ രാവിലേക്ക് ബട്ടൂര വാങ്ങിച്ചു അവിടെ നിന്നിട്ട്, ഹാഫ് ബോയിൽഡ് ബട്ടൂര, ഇവിടെ ചപ്പാത്തി പോലെ തന്നെ. ഇവിടെ വന്നപ്പോൾ രാത്രിയിലേക്ക് ഒന്നും വേണ്ട, ഡിവൈൻ ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കറികളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡിവൈൻ പോർക്ക് കൂട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ഡിവൈന് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ ഡാഡിയും മക്കളും കൂടിയിട്ടുള്ള ഭയങ്കര കളിയാണ്. ചാക്കോച്ചൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടന്ന് ഉറങ്ങണുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് രണ്ടാളും ബഹളം വെച്ചിട്ട് രണ്ടാൾക്കും അടി കിട്ടി. കാരണം കുട്ടി കുറുമ്പായിരുന്നു, മൊത്തം ചാടലും കർട്ടൻ വലിക്കലും ആകെ ബഹളമായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും അതെ അടി കിട്ടിയപ്പോൾ തോമു കരഞ്ഞു, കുറച്ച് നേരം കരഞ്ഞെങ്കിലും പിന്നെ ഓക്കെ ഇവർക്കൊന്നും അടിച്ചിട്ട് ഒന്നാമത് അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, അറിവായിട്ടില്ല. പക്ഷേ കുറുമ്പെന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടിയിട്ട് എന്താ ചെയ്യണേന്ന് ഒരു പിടുത്തമില്ല. രണ്ടെണ്ണത്തിനെയും കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്, പക്ഷേ 2-3 വട്ടം ഇനിയും കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുമാതിരിയാണ് കിടന്ന് ചാടി മറിയണത്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ പ്രഷർ നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പ്രഷർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, 128. അപ്പോൾ നാളെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോകണം എന്നുകൊണ്ട് കയ്യോടെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് പോകണം. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പോവാമെന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ ഡിവൈനെ ഞങ്ങൾ കളിയാക്കുക, എല്ലാവരുടെയും പ്രഷർ നോക്കി ഡിവൈൻ്റെ പ്രഷർ തന്നെ നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ കുറേ പേര് പറഞ്ഞു ഡിവൈന് എന്തോ നേഴ്സ് കുട്ടികളുടെ ചായ ഉണ്ടെന്ന്. ഒരു കുട്ടി ഇന്നലെ സ്വപ്നം കണ്ടു ഡിവൈനെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടി. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു ഇപ്പോൾ UK അല്ലെങ്കിൽ US ഒരു നേഴ്സായി പോകുകയെന്നുള്ളത്, ഞാനത് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞു ഇനി ആയാലും ആവാലോ, ആഗ്രഹങ്ങളൊന്നും ബാക്കി വയ്ക്കണ്ട, നിങ്ങൾ എന്താ വേണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചിരിയും കളിയും ബഹളം. അപ്പോൾ ഡോണിൻ്റെ പ്രഷർ നോക്കി നോർമലാണ്, എല്ലാവർക്കും നോർമലാണ്. ഡാഡിക്ക് മാത്രം ഇതിൽ നിന്ന് വിട്ട് ഒരു എന്തോ ചെറിയൊരു പോയിൻ്റ് കൂടുതൽ എനിക്കാണ് ആയിരുന്നത്. പക്ഷേ എനിക്ക് ഓക്കെ ആയി, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നാളെ നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്തായിരിക്കും നിങ്ങളിത് കാണാം. 10 മണിയെന്നാണ് പറഞ്ഞത്, എന്നാലും 9:15 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവിടെ 10 മണിക്ക് കറക്റ്റ് എത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രഷർ ഓക്കെ ആകുമ്പോൾ TMT ടെസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം മിക്കവാറും അത് നാളെ ആയിരിക്കും. ആ വരുന്ന റിസൾട്ടിലൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ്, എന്നാലും നിങ്ങളോട് ഞാൻ എല്ലാം പറയാറുണ്ടല്ലോ. ഒരു വീണ നായർ എന്ന് പറഞ്ഞൊരു മോള് പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് ഡോക്ടറെ കാണാൻ ഉണ്ട്, അങ്ങനെ ഇല്ലാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം ആ കുട്ടികളുടെ വിവരക്കേട്, അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താ പറയുക, അസുഖം വലിയവർക്കും ചെറിയവർക്കും പ്രായമൊക്കെ നോക്കിയിട്ടാണോ വരണത്? അല്ല. അപ്പോൾ ആ കുട്ടിയോട് അങ്ങനെ ചോദിച്ചവരോട് ആ കുട്ടി വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ ആ വഴിക്ക് പോട്ടെ, ഓരോരുത്തരുടെ ഓരോ സംസ്കാരമല്ലേ, അത് നമുക്ക് അങ്ങോട്ട് വിട്ട് കളയാം. അപ്പോൾ അങ്ങനെ ഡിവൈൻ്റെ നമ്മളുടെ പാത്രങ്ങളൊക്കെ തേച്ച് വെളുപ്പിച്ച് സുന്ദരിയാക്കിയേക്കാം. അപ്പം എന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ കിടക്കണം. അവരടുക്കളയിൽ നാളത്തെ കാര്യങ്ങളും ചർച്ചകളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നാളെ ഞാൻ പോയി വന്നിട്ടുള്ള വിവരം രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, റിസൾട്ടിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല.